ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എവിടെയുണ്ടോ? കൂനിച്ചിമല. നമസ്കാരം, ഞാൻ ബിജു കാട്ടാക്കട. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പൊക്കം കൂടിയ ഒരു മലയിലാണ്, കൂനിച്ചി മലയിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? കൂനിച്ചി മല. ഗായ്സ്, നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. കാര്യം ഈ മലയുടെ ഏറ്റവും മുകളിൽ അതിമനോഹരമായ കാഴ്ചകളാണുള്ളത്. അപ്പോൾ അത് മിസ് ചെയ്യാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. യാത്രയുടെ ആദ്യഘട്ടത്തിൽ ഇതുപോലെ മൺപാതകളൊക്കെ കാണുന്നത്, കുറച്ച് വീതിയൊക്കെ ഉണ്ട്. പിന്നെ പോകുന്ന വഴി കുറച്ച് ഇതുപോലെ സൈഡിലൊക്കെ പാറകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഇടയ്ക്ക് കുറച്ച് ദൂരം ഇങ്ങനെ ഓഫ് റോഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണക്കാക്കി കുറച്ച് ബൈക്ക് റൈഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവർ മുകളിലോട്ടുള്ള യാത്രയാണ് ബൈക്ക് റൈഡേഴ്സ്. ഒരു കാലം താഴെ പോയി, ഒരു കാലം താഴെ പോയി. ഒറ്റ വെയിറ്റ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ വന്നത്. ഇനിയും ഒരുപാട് നടന്നാൽ മാത്രമേ നമുക്ക് മുകളിൽ എത്താൻ പറ്റുള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ ഗുഹ പോലുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പാറയ്ക്കുള്ളിലോട്ട് കുറച്ച് ദൂരം നടന്ന് കയറി ചെല്ലാൻ പറ്റുന്ന തരത്തിലുള്ള ഗുഹാ സെറ്റപ്പുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ വഴിയുടെ രണ്ട് സൈഡിലും ജാതിക്ക മരവും അതുപോലെ ഗ്രാമ്പുമാണ് കാണുന്നത്. ഗ്രാമ്പു ഉള്ള സ്ഥലത്തോട്ട് എത്തുമ്പോൾ നല്ല മണമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ലോറിയിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശരിക്കും ആ ലോറി കയറി വന്ന ഒരു വരവ് ഞാൻ എന്തായാലും മനസ്സിൽ ആലോചിക്കുകയാണ്. ഈ കല്ലിൻ്റെ പുറത്തു കൂടെയൊക്കെ വരുന്ന രീതിയുണ്ടല്ലോ. അങ്ങനെ ഞാനും പൊന്നൂസും കൂടെ മത്സരിച്ച് നടക്കുകയാണ് കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് മുകളിലോട്ട് എന്തായാലും ഇനി ഇതുപോലുള്ള വഴികളെ ഉണ്ടാവുള്ളൂ. റോഡ് കാര്യങ്ങളൊന്നും ഇനിയില്ല, വീതിയുള്ള വഴികളൊന്നും ഉണ്ടാകത്തില്ല. ശരിക്കും മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ ശരിക്കും നമ്മുടെ ആ ഒരു ഭംഗി മാറിക്കൊണ്ടിരിക്കുക. മുകളിലോട്ട് ശരിക്കും എത്തിയിട്ടില്ല, പകുതി വഴിയിലോട്ടൊക്കെ എത്തുമ്പോൾ തന്നെ അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മലയിലോട്ട് എത്തിപ്പെടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. സൂപ്പർ. കുരിശുമല. നമ്മൾ ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ തെക്കൻ കുരിശുമല, വെള്ളട തെക്കൻ കുരിശുമല എന്നുള്ള മലയാണ് കേട്ടോ. നമ്മൾ താഴേന്ന് വരുമ്പോൾ തന്നെ 3 പാറ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണും. പക്ഷെ കുരിശുമലയാണെന്ന് നമുക്കറിയത്തില്ല. ടോപ്പിലോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. കാര്യം ഈ നിൽക്കുന്നത് തെക്കൻ കുരിശുമലയാണല്ലോ എന്നുള്ളത്. ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ കയറിയാൽ മാത്രമേ കൂനിച്ചി മലയുടെ നെറുകയെ ചവിട്ടി നിൽക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ശരിക്കും ഗുണാക്കേവ് പോലെ 2 പാറയുടെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് കയറാനുള്ളത് കേട്ടോ. ശരിക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ആദ്യം കയറാനൊന്നും പറ്റിയില്ല. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുത്തു. അവസാനം പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ സുഹൃത്തിനെ വലിച്ച് കയറ്റുകയാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്ത് തിരിച്ചെടു. എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തണം എന്നുള്ളൊരു വാശിയായിരുന്നു. കഷ്ടപ്പെട്ടാലും ഈ മലയുടെ ഏറ്റവും മുകളിലെത്തിയപ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ.
കണ്ടാ ഇക്ക അങ്ങടിക്കുന്നു. സത്യം പറയാമല്ലോ, എന്തൊരു സന്തോഷമെന്നറിയോ എല്ലാവർക്കും ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആസ്വദിക്കുമ്പോൾ. ഈ മലയിലേക്ക് എത്തിപ്പെടാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. യാത്രയിലെ സാഹസികതകൾ ഒരു ഹരമാക്കുന്നവർക്ക് മാത്രമേ ഇവിടെ എത്തിപ്പെടാൻ സാധിക്കത്തുള്ളൂ. എത്തിപ്പെട്ടാലോ ഒരു കോഴിമുട്ടയുടെ മുനമ്പെന്ന പോലെ കുറച്ച് ഭാഗം, ആ മുനമ്പിൽ നിന്നുകൊണ്ട് കുരിശുമലയും കാളിപാറയും നെയ്യാർ വെള്ളക്കെട്ടും അതുപോലെ തമിഴ്നാടിൻ്റെ താഴ്വാര ഭംഗികളും ഒറ്റ പ്രേമിൽ ആസ്വദിക്കുന്നത് ഒരു പരദേശിയിൽ നിന്നുകൊണ്ടാണെന്ന് തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. ആ ഭംഗി ആസ്വദിച്ചവർക്കേ അതറിയാൻ പറ്റുകയുള്ളൂ. നമ്മളീ കാണുന്നത് നമ്മൾ ഈ ഗുണാക്കേ പോലെ നിൽക്കുന്ന 2 പാറയുടെ നടുക്കുകൂടെയാണ് നമ്മൾ കയറിയത് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കഷ്ടപ്പെട്ടിട്ട് തന്നെ ഇറങ്ങാനും. അങ്ങനെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ടു ഞെരിഞ്ഞമർന്നൊക്കെ താഴെ ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിവിടെ നിന്ന് യാത്ര പറയാനുള്ള സമയമായി. ഈ കൂനിച്ചിമലയുടെ നെറുകയെ ചവിട്ടി നിന്നുകൊണ്ട് ഓരോ സഞ്ചാരിയും മലയിറങ്ങുമ്പോൾ കൂനിച്ചിമലയെ മാത്രമല്ല ഈ ലോകം മുഴുവനും കീഴടക്കിയ സന്തോഷത്തിലാണ് ഓരോ സഞ്ചാരികളും ഈ മലയിറങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമാണിത്. ഗൂഗിൾ മാപ്പിൽ കൂനിച്ചി ട്രക്കിംഗ് പോയിൻ്റ് എന്ന് സെർച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യ സ്ഥലത്ത് എത്താൻ പറ്റും. ട്രിവാൻഡ്രത്ത് നിന്ന് 40 കിലോമീറ്ററാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്.